പ്രാവശ്യത്തെയും ബില്ല് കൂടുതലാണല്ലോ. മാസം കൂട്ടാണോ KCB? അങ്ങനെ മാസം ബില്ല് കൂട്ടാൻ പറ്റത്തില്ല. അതുമല്ല, നിരക്ക് കൂട്ടുന്നത് KCB അല്ല. അതെങ്ങനെ? കറണ്ട് ബില്ല് KCBക്കല്ലേ കൂട്ടാൻ പറ്റും? അത് അങ്ങനെയൊന്നല്ല. കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ സ്വതന്ത്ര സ്ഥാപനമുണ്ട്. അവരാണ് ഈ നിരക്കെല്ലാം നിശ്ചയിക്കുന്നത്. പിന്നെ അവർക്കെല്ലാം ഒറ്റ ചാർജ് ആക്കി തന്നോടെ? ഈ ഫിക്സഡ് ചാർജ്, മീറ്റർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. എടാ, അതൊക്കെ വ്യത്യസ്തമായ ചാർജൊക്കെയാണ്. നീ ആ ബില്ല് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ ഏകദേശം 70% നമ്മൾ കേന്ദ്ര നിലയങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് റെഗുലേറ്ററി കമ്മീഷൻ ചാർജസ് നിശ്ചയിക്കുന്നത്. ആദ്യത്തേത് ഫിക്സഡ് ചാർജസ്. KCB രാജ്യത്തെ നിരവധി വൈദ്യുത പദ്ധതികളുമായി വൈദ്യുതി വാങ്ങാൻ കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും കരാർ ചെയ്ത നിരക്കിൽ കപ്പാസിറ്റി ചാർജ് നൽകേണ്ടതുണ്ട്. ഇതുപോലുള്ള സ്ഥിര സ്വഭാവമുള്ള ചെലവുകളാണ് ഫിക്സഡ് ചാർജായി ടാരിഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിക്സഡ് ചാർജൊക്കെ നമ്മുടെ വീടുകളിൽ കണക്റ്റിലോട് അനുസരിച്ചായിരിക്കും ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത്. ഇതിൽ ടാരിഫ് മാറുമ്പോൾ ഫിക്സഡ് ചാർജും മാറ്റം ഉണ്ടാകും. അടുത്തതാണ് എനർജി ചാർജസ്. നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിന്റെ അടിസ്ഥാനത്തിനും ടാരിഫിന്റെ അടിസ്ഥാനത്തിനുമായിരിക്കും ഇത് ചാർജ് ആകുന്നത്. ഉദാഹരണത്തിന് LT1 ഡൊമസ്റ്റിക് ടാരിഫിന് 0 തൊട്ട് 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ യൂണിറ്റിന് ₹3.25 151 മുതൽ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ ₹8.20 എനർജി ചാർജസ്. ഇത് ടെലിസ്കോപ്പിക് റേറ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ KCB.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തത് ഈ മീറ്റർ റെന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചാർജസ് ഈടാക്കുന്നത്. സിംഗിൾ ഫേസിന് 6ഉം 3 ഫേസിന് 15 രൂപയാണ് പ്രതിമാസം മീറ്റർ റെന്റ്. ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തന്നെ മീറ്റർ വാങ്ങി വെക്കണം. പക്ഷെ വാങ്ങുന്ന മീറ്റർ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതും അതുപോലെ തന്നെ ലൈസൻസ് ലാബിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് KCB കൊടുത്ത് വാങ്ങുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെന്റ് ഇല്ലാതെ മീറ്റർ വയ്ക്കുക. അടുത്തത് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. വൈദ്യുതി ഉപയോഗിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. നിലവിൽ എനർജി ചാർജിന് 10% നമ്മൾ ഡ്യൂട്ടിയായി ഈടാക്കുന്നത്. ഈ തുക KCB വഴി സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഫ്യൂൾ ചാർജസ്. കേരളത്തിൻ്റെ വൈദ്യുതിയുടെ ഉപയോഗത്തിൻ്റെ വലിയൊരു ശതമാനം കേന്ദ്ര നിലയങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിൽ ഡീസൽ, കൽക്കരി, ന്യൂക്ലിയർ എന്നീ പല സ്രോതസ്സുകളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത്. ഈ നിലയങ്ങളിൽ ഇന്ധനങ്ങളുടെ ദിവസേനയുള്ള ഏറ്റക്കുറച്ചുകളും വാങ്ങുന്ന വൈദ്യുതിയെയും ബാധിക്കും. ഇവിടെ ഉണ്ടാകുന്ന വിലയുടെ ഏറ്റക്കുറച്ചുകൾ 3 മാസത്തെ ഇടവേളകളിൽ KCB റെഗുലേറ്ററി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്യൂൾ ചാർജസ് നിശ്ചയിക്കുന്നത്. ഇനി നിനക്ക് ബില്ലിലോ അല്ല ചാർജസിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ KCB.in എന്ന സൈറ്റിൽ കയറി ബിൽ കാൽക്കുലേറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്.